ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. നിങ്ങളെല്ലാവരും ഈ വരുന്ന ആഗസ്റ്റ് 9 നടക്കുന്ന ASM സെക്കൻഡ് സ്റ്റേജ് എക്സാമിനുള്ള തീവ്ര പരിശീലനത്തിനായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ എക്സാമിന് തയ്യാറെടുക്കുന്ന നിങ്ങൾക്കായി ഒരു ഫൈനൽ ടച്ച് എന്നുള്ള രീതിയിൽ എൻ്റെ ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. 100% പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത്. ഓക്കെ, നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതിനു മുമ്പ് 2025 വർഷം PSCക്ക് ചോദിച്ച ഒരു ചോദ്യത്തിൽ തന്നെ ആവാം. ചോദ്യം ഞാൻ വായിക്കുകയാണ്. ഇഫ് യു സ്റ്റഡി വെൽ യു ഡാഷ് പാസ് ദ എക്സാമിനേഷൻ. ചോദിച്ചത് കണ്ടീഷണൽ ക്ലോസ് ആണ്. നമുക്കറിയാം എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിൻ്റെ ഉത്തരം കണ്ടെത്താം. 4 ഉത്തരം കൊടുത്തിട്ടുണ്ട്. വിൽ, വുഡ്, വിൽ ഹാവ്, വുഡ് ഹാവ്. വിൽ പാസ് ആണോ, വുഡ് പാസ് ആണോ, വിൽ ഹാവ് പാസ് ആണോ, വുഡ് ഹാവ് പാസ് ആണോ? അവിടെ പാസ്. അപ്പം നമ്മൾ വേറെ ഒന്നും നോക്കാനില്ല. ഈഫ് ക്ലോസ് ശ്രദ്ധിച്ച് നോക്കുക. ഈഫിന് ശേഷം സബ്ജക്റ്റ് എന്താണ്? യു. സബ്ജക്റ്റിന് ശേഷം ഉപയോഗിച്ചിരിക്കുന്ന വേർബ് അത് ഏത് ടെൻസിലാണ് കൊടുത്തിരിക്കുന്നത് നോക്കുക. ഏതാണ് വേർബ്? സ്റ്റഡി. അപ്പോൾ സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫോം ഓഫ് ദ വേർബാണ്, അതായത് സിമ്പിൾ പ്രസൻറ്റ്. ഇങ്ങനെ വന്നാൽ കോമയ്ക്ക് ശേഷം ഏതാണോ സബ്ജക്റ്റ് അതിന് ശേഷം വിൽ പ്ലസ് V1, വിൽ പ്ലസ് V1 അല്ലെങ്കിൽ ഷാൾ പ്ലസ് V1, ക്യാൻ പ്ലസ് V1, മേ പ്ലസ് V1, അതായത് വിൽ പ്ലസ് V1. ഇവിടെ അതാണ് റൈറ്റ് ആൻസർ. അപ്പോൾ ആൻസർ എന്താണ്? ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് ദ എക്സാമിനേഷൻ. യു വിൽ പാസ്. കാരണം ഇഫ് ക്ലോസിൻ്റെ അകത്ത് ഫസ്റ്റ് ഫോം ഓഫ് ദ വേർബാണ്. അങ്ങനെയാണെങ്കിൽ കോമയ്ക്ക് ശേഷമുള്ള മെയിൻ ക്ലോസിൽ സബ്ജക്റ്റിന് ശേഷം വിൽ പ്ലസ് V1 എപ്പോഴും ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ചോദ്യം ഇതിൻ്റെ തന്നെ മറ്റൊരു വേർഷൻ മറ്റൊരു PSC പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ യു ഡാഷ് ദ എക്സാമിനേഷൻ. അപ്പോൾ നമ്മൾ അപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ശ്രദ്ധിക്കുക. ഈഫ് ക്ലോസിൻ്റെ ഭാഗത്ത് ഈഫിന് ശേഷമുള്ള സബ്ജക്റ്റ് ഏതാണ്? യു. അതിന് ശേഷം ഉപയോഗിച്ചിരിക്കുന്ന എന്താണ്? ഹാഡ് പ്ലസ് V3. ഈഫ് ക്ലോസിൻ്റെ ഭാഗത്ത് ഹാഡ് പ്ലസ് V3 വേർബിൻ്റെ തേർഡ് ഫോമാണ് ഉപയോഗിച്ചിരിക്കുന്നുണ്ടെങ്കിൽ മെയിൻ ക്ലോസിൽ സബ്ജക്റ്റിന് ശേഷം വുഡ് ഹാവ് പ്ലസ് V3 ആയിരിക്കും. വുഡ് ഹാവ് പ്ലസ് V3 അല്ലെങ്കിൽ ഷുഡ് ഹാവ് പ്ലസ് V3 അല്ലെങ്കിൽ കുഡ് ഹാവ് പ്ലസ് V3 അല്ലെങ്കിൽ മൈറ്റ് ഹാവ് പ്ലസ് V3. ഇവിടെ നമ്മൾക്ക് എന്ത് ധൈര്യത്തിൽ എന്ത് ആൻസർ കണ്ടെത്താം? വുഡ് ഹാവ് പ്ലസ് V3. അതായത് എന്താണ്? യു വുഡ് ഹാവ് പാസ്ഡ്. ഒന്നുകൂടി പറയാം. ഈഫ് ക്ലോസിൻ്റെ ഭാഗത്ത് ഹാഡ് പ്ലസ് V3 ആണെങ്കിൽ മെയിൻ ക്ലോസിൽ സബ്ജക്റ്റിന് ശേഷം വുഡ് ഹാവ് പ്ലസ് V3. അതുകൊണ്ട് ഇവിടെ വുഡ് ഹാവ് പാസ്ഡ്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ഞാനൊരു മോഡൽ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് തരികയാണ്. ചോദ്യം ഇതാണ്. ഇഫ് ഹി കോൾഡ് ഹർ, ഷീ ഡാഷ് വിത്ത് ഹിം. ഇത് ഞാൻ പറഞ്ഞു ഈ കണ്ടീഷൻ ക്ലോസ് 3 വിധമാണ്. ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3. ഇവിടെ ഞാൻ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ടൈപ്പ് 1 ആണ്. പിന്നെ വന്നിരിക്കുന്നത് ടൈപ്പ് 3 ആണ്. അപ്പോൾ ടൈപ്പ് 2 കൂടി നമ്മൾ നോക്കണം. അതിതാണ്. ഇഫ് ഹി കോൾഡ് ഹർ, സബ്ജക്റ്റിന് ശേഷം കോൾഡ് സെക്കൻഡ് ഫോം അതായത് V2 ഫോമാണ് ഉപയോഗിച്ചിരിക്കുന്നുണ്ടെങ്കിൽ മെയിൻ ക്ലോസിൽ സബ്ജക്റ്റിന് ശേഷം ഏതാ വരിക? അതായത് V2 ഫോം മീൻസ് സിമ്പിൾ പാസ്റ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നുണ്ടെങ്കിൽ മെയിൻ ക്ലോസിൽ വുഡ് പ്ലസ് V1 അല്ലെങ്കിൽ ഷുഡ് പ്ലസ് V1 അല്ലെങ്കിൽ കുഡ് പ്ലസ് V1, മൈറ്റ് പ്ലസ് V1 ഇവയിൽ ഏതെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ എന്താണ്? വുഡ് പ്ലസ് V1. അപ്പോൾ അതേതാണ്? വുഡ് ഗോ. മറന്നു പോകരുത്. ഇഫ് ഹി കോൾഡ് ഹർ ഷീ വുഡ് ഗോ വിത്ത് ഹിം. ഇനി അടുത്ത ചോദ്യം വായിക്കാം. ഐ ആം ഗുഡ് അറ്റ് ഗ്രാമർ. ഒരു കോമ അവിടെ കാണുന്നുണ്ട്. ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ ഒരു സെൻറ്റൻസിന് ശേഷം കോമ പിന്നീട് എന്താണ്? ഒരു ഡാഷ്, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇങ്ങനെ വരികയാണെങ്കിൽ നമുക്കറിയാം അവിടെ ആവശ്യപ്പെടുന്നത് ക്വസ്റ്റ്യൻ ടാഗാണ്. ഐ ആം ഗുഡ് അറ്റ് ഗ്രാമർ ഡാഷ്. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗാണ് ആവശ്യമായിരിക്കുന്നത്. ഇപ്പം നമ്മൾ അതിൻ്റെ അകത്ത് ആൻസർ 4 ആൻസർ ഉണ്ട്. ആം ഐ, ആംൻറ്റ് ഐ, ആൻറ്റ് ഐ, ആർ ഐ. ഇവയിൽ ഏതാണ്? നമുക്കറിയാം ക്വസ്റ്റ്യൻ ടാഗ് കാണുമ്പോൾ കോമയ്ക്ക് ശേഷം
ആണ് നമ്മൾ ആ ഭാഗത്തെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നോക്കേണ്ടത് എന്താണ്, തന്നിരിക്കുന്ന സെൻറ്റൻസ് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് നോക്കുക. സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഈ സെൻറ്റൻസ് പോസിറ്റീവാണ്. ഓക്കെ. പിന്നെ കോമയ്ക്ക് ശേഷം ഫസ്റ്റ് വരേണ്ടത് ഏതാണോ സെൻറ്റൻസിൽ ഓക്സിലിയറി വേർബ് അതാണ് ഉപയോഗിക്കേണ്ടത്. ഇനി ഓക്സിലിയറി വേർബ് ഇല്ലെങ്കിൽ തന്നിരിക്കുന്ന സെൻറ്റൻസിലെ വേർബിനെ സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ ഓക്സിലിയറി കണ്ടെത്തണം. ഇപ്പോൾ ഇവിടെ ഡയറക്റ്റ് ഓക്സിലിയറി വേർബ് തന്നിട്ടുണ്ട്, ഐ ആം ഗുഡ് അറ്റ് ഗ്രാമർ. റൂൾസ് പ്രകാരം നമ്മൾ ഓക്സിലിയറി വേർബിനെ എടുക്കുകയാണെങ്കിൽ ആം ആണ് കിട്ടുക. പക്ഷേ ടാഗിൻ്റെ ഭാഗത്ത് ഇൻഡ് കോൺട്രാക്റ്റ് ഫോമായ ഓക്സിലിയറി വേർബിൻ്റെ കൂടെ ഇൻഡ് ഫോം ചെയ്ത് കോൺട്രാക്റ്റ് ഫോം യൂസ് ചെയ്തതിനാൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്താ, ആമിൻറ്റായി എന്ന് ഉപയോഗിക്കാൻ പാടില്ല. തെറ്റാണത്. ആമിൻറ്റായി എന്ന് പറയുന്ന കൺസ്ട്രക്ഷൻ ഇംഗ്ലീഷിലില്ല. അപ്പോൾ ഇത്തരം അവസരങ്ങളിൽ ആമിൻ്റെ കൂടെ നോട്ട് എന്ന് പറയുന്ന ഫോം, കോൺട്രാക്റ്റ് ഫോം ഉപയോഗിക്കുമ്പോൾ അത് എന്തായി മാറും, ആംറ്റായി മാറും. ആർ കൂട്ടണം. അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്, ഐ ആം ഗുഡ് അറ്റ് ഗ്രാമർ, ആംറ്റായി. അങ്ങനെയാണ്. അപ്പം ഐ ആം നോട്ട് ഗുഡ് അറ്റ് ഗ്രാമർ എന്നാണെങ്കിലോ സെൻറ്റൻസ് നെഗറ്റീവാണ്. അപ്പോൾ ടാഗ് പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആമായി ഉപയോഗിക്കാം. പക്ഷേ ഇവിടെ ആമിൻ്റെ കൂടെ നോട്ട് എന്ന് പറയുന്ന ഫോം അത് കോൺട്രാക്റ്റ് ഫോമായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾക്ക് ഒരിക്കലും ആമിൻറ്റായി എന്ന് പറയാൻ പാടില്ല. ആമിൻറ്റായി എന്ന് പറയുന്ന കൺസ്ട്രക്ഷൻ ഇംഗ്ലീഷിലില്ല. അതുകൊണ്ട് തന്നെ അതെന്തായി മാറും, ആൻറ്റായി ആകും. അടുത്തതും ഒരു ക്വസ്റ്റ്യൻ ടാഗ് തന്നെയാണ്. ക്രിസ്ത്യൻസ് ഗോ ടു ചർച്ച് എവറി സൺഡേ. സെൻറ്റൻസ് പോസിറ്റീവാണ്, ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. താഴെ തന്നിരിക്കുന്നതിൽ എല്ലാം നെഗറ്റീവ് ആൻസർ തന്നെയാണ്, നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് തന്നെയാണ് തന്നിരിക്കുന്നത്. പക്ഷെ കറക്റ്റ് എഴുതണം. അപ്പം നമ്മൾ നോക്കുക, കോമയ്ക്ക് ശേഷം വേണ്ടത് ഒരു സ്യൂട്ടബിൾ ഓക്സിലിയറി വേർബാണ്, അതായത് ഹെൽപ്പിംഗ് വേർബ്. ഏതാണ്? അപ്പം നമുക്ക് നോക്കാം. തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ക്രിസ്ത്യൻസ് ഗോ ടു ചർച്ച് എവറി സൺഡേ, അതിനകത്ത് ഏതാണോ വേർബ്, ഡയറക്റ്റ് ഓക്സിലിയറി വേർബില്ല, അങ്ങനെയാണെങ്കിൽ ഏതാണോ വേർബ് അതിൻ്റെ ഫോം നോക്കുക. ഇപ്പോൾ ഗോ ആണ്, ഗോ എന്ന് പറയുന്നത് V1 ആണ്. V1 ഫസ്റ്റ് ഫോം ഓഫ് ദ വേർബ്. അതിനെ പിരിച്ചെഴുതുമ്പോൾ എന്താണ്, ഗോ എന്ന് പറയുന്ന വേർബിനെ പിരിച്ചെഴുതുമ്പോൾ ഡു പ്ലസ് ഗോ കിട്ടും. മറിച്ച് ഗോസ് എന്നാണെങ്കിൽ ഡസ് പ്ലസ് ഗോ കിട്ടും. ഇപ്പോൾ ക്രിസ്ത്യൻസ് എന്ന് പറയുന്നത് ബഹുവചനമായതുകൊണ്ടാണ് അവിടെ എന്ത് ഗോ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഗോ എന്ന് പറയുന്ന വേർബിനെ പിരിച്ചെഴുതുമ്പോൾ ഡു പ്ലസ് ഗോ. അപ്പോൾ നമുക്ക് കിട്ടേണ്ട ഓക്സിലിയറി വേർബ് എന്താണ്, ഡു. അപ്പോൾ നമ്മളവിടെ കിട്ടി. സെൻറ്റൻസ് പോസിറ്റീവാണ്. അപ്പോൾ ഡൂവിൻ്റെ കൂടെ എന്ത് ചെയ്യണം, നോട്ടിൻ്റെ കോൺട്രാക്റ്റ് ഫോമായ ഇൻറ്റ് ചേർക്കുക. അപ്പോൾ എന്തായി അവിടെ, ഡോണ്ട്. ഇപ്പോൾ ആൻസർ കിട്ടി. തീർച്ചയായിട്ടും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് WCPO 2025 ചോദിച്ച ചോദ്യമാണ് ഞാനിവിടെ ഇട്ടിരിക്കുന്നത്. ഇനി അടുത്തൊരു ചോദ്യം വായിക്കാം. ഫൈൻഡ് ദ എറർ ആൻഡ് റൈറ്റ് ദ കറക്റ്റ് സെൻറ്റൻസ്. ഫൈൻഡ് ദ എറർ ആൻഡ് റൈറ്റ് ദ കറക്റ്റ് സെൻറ്റൻസ്. എറർ കണ്ടുപിടിച്ചിട്ട് കറക്റ്റ് സെൻറ്റൻസ്, അതായത് എന്താണോ എറർ, അതായത് കറക്റ്റ് സെൻറ്റൻസ് ഏതാണോ അത് പറയും. ഞാൻ 4 ഉത്തരം വായിക്കാം. ഐ ആം വർക്കിംഗ് ഹിയർ സിൻസ് 2019. I have been working here since 2019. I was working here since 2019. I had worked here since 2019. ഇതിലേതാണ് കറക്റ്റ് ആൻസർ? അപ്പം നമ്മൾ ഇങ്ങനെ ഇതിനകത്ത് പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ അകത്ത് കോമൺ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് സിൻസ് ഉണ്ട്. എല്ലാത്തിലും എന്തുപയോഗിച്ചിട്ടുണ്ട്, സിൻസ്. നമുക്കറിയാം സിൻസും ഫോറും വരുന്ന ചോദ്യമാണെങ്കിൽ അത്തരം സെൻറ്റൻസ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിരിക്കും. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എങ്ങനെയാണ്? പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് സബ്ജക്റ്റിന് ശേഷം ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING ഫോം ഓഫ് ദ വേർബ്. അപ്പോൾ സബ്ജക്റ്റിന് ശേഷം ഹാസ് ഓർ ഹാവ് ഇവിടെയുണ്ട്, ബീൻ പ്ലസ് ING ഫോം ഓഫ് ദ, ഏതാണ് ING, വർക്കിംഗ്. അപ്പോൾ ഇതിൽ കറക്റ്റ്, അപ്പോൾ തന്നെ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടി. ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ സിൻസ് 2019. അതായത് സിൻസ് എന്ന് പറയുന്നത് അത് തൊട്ട് 2019 തൊട്ട്. അപ്പോൾ ഇതേ ചോദ്യം തന്നെ ഫോറിൽ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യാമെന്നാണ് അടുത്ത ചോദ്യത്തിൽ പറയുന്നത്. ഇതും PSCക്ക് ചോദിച്ചതാണ്.
I have been living in this house dash the last 10 years. I have been living in this house dash the last 10 years. ഇവിടെ സിൻസ് ആണോ, ഫ്രം ആണോ, ഫോർ ആണോ, ടു ആണോ ഉപയോഗിക്കേണ്ടത്? അപ്പം നമുക്കറിയാം ഇന്ന സമയം തൊട്ട്, പോയിൻ്റ് ഓഫ് ടൈം ആണെങ്കിൽ സിൻസ്, പീരീഡ് ഓഫ് ടൈം കാലയളവ്, ഇത്ര വർഷത്തോളമായി അല്ലെങ്കിൽ ഇത്ര മണിക്കൂറോളമായി, അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് ഉപയോഗിക്കണം? ഫോർ ഉപയോഗിക്കണം. അപ്പോൾ ഇവിടെ എന്താണ് ഉപയോഗിക്കുക? ഐ ഹാവ് ബീൻ വർക്കിംഗ് ഇൻ ദിസ് ഹൗസ് ഫോർ ദ ലാസ്റ്റ് 10 years. 10 വർഷത്തോളമായി ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്നു. അതായത് ഒരു ആക്ഷൻ വിച്ച് ബിഗാൻ ഇൻ ദ പാസ്റ്റ് ആൻഡ് ഇസ് സ്റ്റിൽ കണ്ടിന്യൂയിങ്. അതാണ്. നെക്സ്റ്റ് ചോദിക്കുക, ചൂസ് ദ കറക്റ്റ് സെൻറ്റൻസ്. കറക്റ്റ് സെൻറ്റൻസ് ഏതാണെന്ന് ചൂസ് ചെയ്യാനാണ് പറയുന്നത്. ഹി ഈസ് റൈറ്റിംഗ് ഫോർ 2 hours. ഹി ഹാസ് ബീൻ റൈറ്റിംഗ് ഫോർ 2 hours. ഹി റൈറ്റ് സിൻസ് 2 hours. ഹി ഹാസ് ബീൻ റൈറ്റിംഗ് സിൻസ് 2 hours. ഇതിൻ്റെ അകത്ത് ഫോർ 2 hours, സിൻസ് 2 hours. ഇപ്പം ഞാൻ പറയാം 4ഉം 2 ഒക്കെ വരുന്ന സെൻറ്റൻസ് ആദ്യം നിയമപ്രകാരം എന്തായിരിക്കണം? പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയിരിക്കണം. ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING ഫോം ഓഫ് ദ വെർബ്. ഇപ്പോൾ ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING ഫോം ഓഫ് ദ വെർബ് 2 എണ്ണം ഉണ്ടാവും. ഇതിൻ്റെ അകത്ത് ഏതൊക്കെയാണ്? ഓപ്ഷൻ ബിയും ഡിയും. ഇതിൻ്റെ അകത്ത് നമ്മൾ കറക്റ്റ് സെൻറ്റൻസ് നോക്കി എടുത്താൽ മതി. കാരണം എന്താ? സിൻസ് 2 hours എന്ന് പറയില്ല. കാരണം എന്താ? 2 മണിക്കൂർ തൊട്ട് എന്ന് പറയില്ല. 2 മണിക്കൂറോളമായി ഞാൻ എഴുതുന്നു എന്നാണ്, എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഏതാണ് വിച്ച് ഈസ് ദ കറക്റ്റ് ആൻസർ? ഹി ഹാസ് ബീൻ റൈറ്റിംഗ് ഫോർ 2 hours. സിൻസ് 2 hours എന്ന് പറയില്ല. അപ്പോൾ ഇതാണ് നമ്മൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത്തരം ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. പിന്നെ നമുക്കറിയാം, ഇഫ് യു വർക്ക് ഹാർഡ് you will get a high score in your exam. Once again, wish you all the success in your coming exam. Thank you.